Hey Siri, everything you want to know about Apple. അങ്ങനെ നമ്മുടെ iOS 15.5 പബ്ലിക് ബീറ്റ 2 റിലീസ് ആയേക്കാണ്. അത് ഏകദേശം വന്നിരിക്കുന്നത് 432 MB-ലാണ് ഐഫോൺ 7 പ്ലസിൽ. അത് പല ഡിവൈസിലും പലതായിരിക്കും, അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 15.5 ബീറ്റ 2 റിലീസ് ചെയ്യുന്നുണ്ട്, watchOS 8.6 ബീറ്റ 2 റിലീസ് ചെയ്യുന്നുണ്ട്, tvOS 15.5 ബീറ്റ 2 റിലീസ് ചെയ്യുന്നുണ്ട്, macOS 12.4 ബീറ്റ 2 റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മുമ്പ് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. അവിടെ ജോയിൻ ചെയ്യുമ്പോൾ പുതിയ ലീക്സും റൂമേഴ്സും അതേപോലെ എല്ലാ അപ്ഡേറ്റ്സും അതോടൊപ്പം നിങ്ങളുടെ ഡൗട്ടും റിയൽ ടൈമായിട്ട് അവിടെ ചോദിക്കാൻ പറ്റുന്നതാണ്. ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താലും ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റുന്നതാണ്. അപ്പോൾ iOS 15.5-ൻ്റെ ബീറ്റ 2 എന്ന് പറഞ്ഞ ഈ അപ്ഡേഷനിൽ വന്ന മാറ്റങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ തുടക്കം തന്നെ നമുക്ക് ഇതിൻ്റെ ബിൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അത് നേരെ നമ്മൾ സെറ്റിങ്സിലേക്ക് പോവാം. അവിടുന്ന് ജനറൽ എബൌട്ട് സ്റ്റാപ്പ് ചെയ്തിട്ട് സോഫ്റ്റ്വെയർ വേർഷൻ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും 19F5057E എന്ന്, അതായത് നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേറ്റിൻ്റെയൊക്കെ അടുത്തായി എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ അപ്ഡേഷനിൽ നമുക്ക് പുതിയ മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ബേറ്റ റൺ ചെയ്യുന്ന എല്ലാ ഡിവൈസിലും നേരത്തെ ഉണ്ടായ ആ നെറ്റ്വർക്ക് എറർ ഇപ്പോഴും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അടുത്ത വന്ന അപ്ഡേറ്റ് നമ്മുടെ iOS 15.5 ബീറ്റ 1-ൻ്റെ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമ്മുടെ ആപ്പിൾ അക്കൗണ്ട് ഒരു കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന്. ആ ഒരു കാർഡിൻ്റെ ലീക്ക് ഇമേജ് നമുക്ക് വന്നിട്ടുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഈ ഒരു മോഡലിലായിരിക്കും നമ്മുടെ ആപ്പിൾ അക്കൗണ്ടിൻ്റെ പാസ് നമുക്കുണ്ടാകും. ചിലപ്പോൾ ഈ ഒരു അക്കൗണ്ട് ഉപയോഗിച്ച് തന്നെയായിരിക്കും നമ്മൾ ഐഫോൺ ടു ഐഫോൺ അക്കൗണ്ട് ട്രാൻസ്ഫറിങ്, അതായത് നമ്മുടെ ഫോൺ അടുത്ത് കൊണ്ടുവരുമ്പോൾ തന്നെ കാശ് പേ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഓപ്ഷൻ നമുക്ക് ഈ ഒരു അക്കൗണ്ട് ത്രൂ ആയിരിക്കും ചെയ്യാൻ പറ്റുന്നത്. അടുത്ത വന്ന ചേഞ്ച് നമ്മുടെ വെതർ ആപ്പിലാണ്. വെതർ ആപ്പിൽ വന്ന ചേഞ്ച് എന്ന് വെച്ചാൽ എൻ്റെ വലത്തെ കയ്യിലിരിക്കുന്നത് 15.5 ബീറ്റ 2 മോഡലാണ്. ഇപ്പോൾ ഞാൻ താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും റിപ്പോർട്ട് ആൻഡ് ഇഷ്യൂ എന്നുകൊണ്ടൊരു വലിയ ഒരു കാറ്റഗറി. ഇപ്പോൾ എൻ്റെ ഇടതുവശത്തിരിക്കുന്നത് 15.4.1 എന്ന് പറഞ്ഞ iOS ആണ്. ഇത് സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന താഴത്തേക്ക് പോകുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റിപ്പോർട്ട് ആൻഡ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ചെറുത്. പക്ഷേ 15.5 ബീറ്റ 2-ൽ അതൊരു വലിയ ഭാഗമായിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെതർ ആപ്പിൽ നമ്മൾ ഈ റിപ്പോർട്ട് ആൻഡ് ഇഷ്യൂ എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് ഏതെങ്കിലും റിപ്പോർട്ട് അത് തെറ്റാണെങ്കിൽ അത് നമുക്ക് സബ്മിറ്റ് ചെയ്ത് നമ്മുടെ വെതർ ആപ്പിൽ കുറച്ചും കൂടെ പ്രിസിഷൻ നമുക്ക് കൂട്ടാനായിട്ട് പറ്റുന്നതാണ്. അടുത്ത വന്ന രണ്ട് ചേഞ്ചസും ഡെവലപ്പേഴ്സിനുള്ള ചേഞ്ചസ് ആണ്. അതായത് നമ്മുടെ ഐഫോണിൽ പാസ് കീ എന്ന് പറഞ്ഞ പുതിയ ഓപ്ഷൻ വരികയാണ്. അതായത് നമ്മുടെ അക്കൗണ്ടിൽ ഏതെങ്കിലും പാസ്വേഡ്സ് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പാസ്വേഡ് നമ്മുടെ മാക്കിലും അതേപോലെ തന്നെ ഐപാഡിലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഐഫോൺ അടുത്തുണ്ടെങ്കിൽ നമുക്ക് പാസ്വേഡ് അടിക്കാതെ തന്നെ ആ ഒരു പാസ് കീ ഓപ്ഷൻസ് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അതിപ്പോൾ ഡെവലപ്പിംഗ് സ്റ്റേജസ് ആണ്. ഡെവലപ്പേഴ്സിൻ്റെയും കൂടെ കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും ആ ഒരു ഫീച്ചർ നമുക്ക് വരുന്നത്. അടുത്ത പറഞ്ഞ ഫീച്ചേഴ്സും ഡെവലപ്പേഴ്സ് സ്റ്റേജിലാണ്. അതായത് PS5-ൻ്റെ ഡുവൽ ട്രിഗറിങ് മോഡ് നമ്മുടെ iOS-ലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ PS5-ൻ്റെ ആ ഒരു മോഡും നമ്മുടെ iOS-ൽ ഡെവലപ്പേഴ്സ് സബ്മിറ്റ് ചെയ്താലാണ് നമുക്ക് വരുന്നത്. അടുത്ത വന്ന ചേഞ്ച് നമ്മുടെ സഫാരിൽ തന്നെയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു പേജ് ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ഷെയർ ഷീറ്റിൻ്റെ ഓപ്ഷൻ ഞെക്കുക. അവിടെ ഷെയർ ഷീറ്റ് ചെയ്ത് നമ്മൾ താഴത്തേക്ക് പോകുമ്പോൾ ഫൈൻഡ് ഓൺ പേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐക്കൺ മാറിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ വലത്ത് കയ്യിൽ 15.5 ആണ് ബീറ്റ 2. ഇപ്പോൾ ഞാൻ എൻ്റെ ഇടത്തെ കയ്യിൽ 15.4.1 ആണ് പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഫൈൻഡ് ഓൺ പേജ് എന്നുള്ള ആ ഐക്കൺ ജസ്റ്റ് ഒരു ലെൻസ് പോലെയാണ്. പക്ഷേ ഇവിടെ ആ ലെൻസും പിന്നെ ഒരു ചെറിയ പേജും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ ലോഗോയിലും നമ്മുടെ ഈ ഒരു 15.5-ൻ്റെ ബീറ്റ 2-ൽ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ബഗ് ഫിക്സ് ആണ്. അതിൽ ഏറ്റവും ആദ്യം വന്നിരിക്കുന്നത് നമ്മൾ 15.5 ബീറ്റ 1-ൽ എയർ ഡ്രോപ്പിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. നമ്മൾ എയർ ഡ്രോപ്പ് ചെയ്യുന്ന നേരം ചില സമയത്ത് പോവാറില്ല, അല്ലെങ്കിൽ എയർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ കുറേ ടൈം എടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ബഗ് 15.5 ബീറ്റ 2-ൽ അവർ റിസോൾവ് ചെയ്തു എന്നാണ് പറയുന്നത്. അടുത്ത വന്ന ബഗ് ഫിക്സ് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ മ്യൂസിക് റെക്കഗ്നിഷൻ, അതായത് ഷസാമിലാണ്. നമ്മുടെ ഷസാമിൻ്റെ മ്യൂസിക് ഹിസ്റ്ററി നോക്കുമ്പോൾ നമ്മളിവിടെ ടാപ്പ് ചെയ്ത് പിടിക്കും, നമുക്ക് മ്യൂസിക് റെക്കഗ്നിഷൻ്റെ ഹിസ്റ്ററി കാണാൻ പറ്റും.
ഇത് ഇപ്പോൾ 15.5 ബീറ്റ 2ലാണ്. പക്ഷേ 15.5 ബീറ്റ 1ൽ നമുക്ക് അങ്ങനെ വരുന്നുണ്ടായിരുന്നില്ല. അതിന് പകരം നമ്മുടെ ഹിസ്റ്ററീസ് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അടുത്ത വന്ന ബഗ് ഫിക്സ് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്തിൽ ബ്ലഡ് ഓക്സിജൻ ആഡ് ചെയ്യാൻ നേരം ആ ഒരു റിപ്പോർട്ട് കറക്റ്റായിട്ട് ആഡ് ആവുന്നുണ്ടായിരുന്നില്ല. ആ ഒരു ബഗ് ഫിക്സും ഈ ഒരു 15.5 ബീറ്റ 2ൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് നമ്മുടെ iOS ഇപ്പോൾ ബീറ്റ പ്രൊഫൈലാണ് റൺ ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡിവൈസിൽ എന്ത് ബഗ് നിങ്ങൾക്ക് ഫീൽ ചെയ്താലും ആ ഒരു കാര്യം ആപ്പിളിന് ഒരു റിപ്പോർട്ടായിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാ ബീറ്റ യൂസ് ടെസ്റ്റേഴ്സും ആ ഒരു ഫീഡ്ബാക്ക് ആപ്പിൽ കൂടെ നിങ്ങൾക്കുണ്ടാകുന്ന ബഗ് ആപ്പിളിനെ റിപ്പോർട്ട് ചെയ്യാൻ നോക്കുക. അടുത്ത കാര്യം, നമ്മുടെ iOS 15.5 ബീറ്റ 2ൽ കുറച്ചും കൂടെ ബാറ്ററി കറക്റ്റായ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ ഒരു അപ്ഡേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ iOS സ്റ്റോറേജ് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എല്ലാവർക്കും ഉണ്ടാവുന്നില്ല. ആ ഒരു ബഗ് കുറേ പേർക്ക് ഇപ്പോഴും നിലവിലുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണമെങ്കിൽ നമ്മുടെ ഡിവൈസ് 1-2 ദിവസം ആ ഒരു OSൽ റൺ ചെയ്യേണ്ടി വരും. അന്നാലാണ് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു കാര്യം മനസ്സിലാവുള്ളൂ. ഇപ്പോൾ എൻ്റെ ഡിവൈസിൻ്റെ സിസ്റ്റം ഡാറ്റയും iOS ഡാറ്റയും അത്യാവശ്യം നന്നായിട്ട് വലിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്ന ആകെയുള്ള ആപ്പ് എന്ന് വെച്ചാൽ 2-3 ആപ്സേ ഉള്ളൂ. പക്ഷേ കൂടുതലും എൻ്റെ സ്റ്റോറേജ് പോയത് ഫോട്ടോസിലും മറ്റ് കാര്യങ്ങൾക്കും ആണ്. അപ്പോൾ അങ്ങനെ സ്റ്റോറേജസ് വഹിക്കുന്നുണ്ട്. എന്നാലും സ്റ്റോറേജ് ഒപ്റ്റിമൈസേഷൻ കറക്റ്റായ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്ത നമ്മുടെ ബഗ് ഫിക്സ് വന്നതാണ് നമ്മുടെ iTunes ഡൗൺലോഡിൽ ഫെയിലാവുന്ന കാര്യം. നമ്മളിപ്പോൾ iTunes സ്റ്റോറിൽ ഉപയോഗിച്ച് സിനിമാസോ അല്ലെങ്കിൽ മ്യൂസിക്സോ ഡൗൺലോഡ് ചെയ്യാൻ നേരം നമ്മുടെ ആ ഡൗൺലോഡ് ഇടയ്ക്ക് വെച്ച് കട്ടായി പോകുന്ന ആ ഒരു ബഗ്ഗും ഈ ഒരു 15.5 ബീറ്റ 2ൽ അവർ റിസോൾവ് ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മുടെ iOS 15.5 ബീറ്റ 2ൻ്റെ പെർഫോമൻസും ബാറ്ററിയും അതേപോലെ ഹീറ്റിംഗ് ഇഷ്യൂ നമുക്ക് പറയാം. പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്നേ പറയാനുള്ളൂ. പക്ഷേ ആ 15.5 ബീറ്റ 1-2 സ്മൂത്ത്നെസ് എനിക്ക് കിട്ടുന്നില്ല. ചെറുതായിട്ട് എവിടേക്കും ഒരു ലാഗ് എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ ഇപ്പോൾ കണ്ടോ ചെറിയൊരു ലാഗ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ ഗിഗ്ബെഞ്ച് സ്കോർ നോക്കുമ്പോഴും നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ ഗിഗ്ബെഞ്ച് സ്കോറിൻ്റെ റിസൾട്ട് കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ റിസൾട്ട് നോക്കുമ്പോൾ CPU റിസൾട്ട് നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സിംഗിൾ സ്കോർ 759ഉം മൾട്ടി സ്കോർ 1405ഉമാണ്. പക്ഷേ 15.5 ബീറ്റ 1ൽ നമുക്ക് വന്നപ്പോൾ സിംഗിൾ സ്കോർ 771ഉം മൾട്ടി സ്കോർ 1411 ആയിരുന്നു. ആ ഒരു വ്യത്യാസം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഡിവൈസിൽ നമുക്ക് കാണിക്കുന്നത്. അത് പല ഡിവൈസിലും പലതായിരിക്കും. നിങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതൊക്കെ. ഈ ഒരു ഡിവൈസിൽ എനിക്ക് ചെറുതായിട്ട് എവിടേക്കോ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഫ്രെയിം റേറ്റ് ഒന്നും കറക്റ്റായിട്ട് വരാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്തത് ഹീറ്റിംഗ് ഇഷ്യൂ. എനിക്ക് ഈ ഒരു ഡിവൈസിൽ iOS ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ചെറുതായിട്ടൊരു വാമത്ത് മാത്രമാണ് ഫീൽ ചെയ്തത്. അല്ലാതെ വലുതായിട്ടൊരു ചൂടോ അതേപോലെ ഓവർ പ്രോസസ്സിങ്ങോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നീട് വന്നതാണ് നമ്മുടെ ബാറ്ററിയുടെ കാര്യം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഈ ഒരു ഡിവൈസ് iOS ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ നമുക്ക് ബാറ്ററിയുടെ ഹെൽത്ത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഡിവൈസിൻ്റെ ഒരു 2-3 ദിവസത്തെ ആ ഒരു പെർഫോമൻസ് അനുസരിച്ചായിരിക്കും നമ്മുടെ ഡിവൈസിൻ്റെ ബാറ്ററിയുടെ ഹെൽത്ത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോഴും എനിക്ക് സ്റ്റിൽ 83% ബാറ്ററി റിമൈനിങ് ആണ്. എനിക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള പെർഫോമൻസ് iPhone 7 Plus കിട്ടുന്നും ഉണ്ട്. അടുത്ത കാര്യം, നമ്മുടെ iOS 15.5ൻ്റെ ബീറ്റ 3 എന്നാണ് റിലീസ് ആവുന്നതെന്ന് വെച്ചാൽ നമുക്ക് മിക്കവാറും ആ ഒരു iOS 15.5 ബീറ്റ 3 റിലീസ് ആവുന്നത് ഈ വരുന്ന മെയ് 3 ആയിരിക്കും. കാരണം നമ്മുടെ ആദ്യത്തെ വീക്കിലാണ് നമ്മുടെ iOS 15.5 ബീറ്റ 1 നമുക്ക് റിലീസായത്. അതിനുശേഷം ഒരു വീക്ക് ലേറ്റായിട്ടാണ് നമുക്ക് ഈ ഒരു iOS 15.5 ബീറ്റ 2 റിലീസായത്. സെയിം ആ ഒരു പ്രിൻസിപ്പിളായിരിക്കും ചിലപ്പോൾ നമ്മുടെ iOS 15.5ൻ്റെ ബീറ്റ 3ൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ iOS ആണ്, iPhone ആണ്, ആപ്പിൾ ആണ്, അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഈ കാര്യങ്ങളൊക്കെ തോന്നണ പോലെ മാറ്റാനും പറ്റും. അതേപോലെ നമ്മുടെ iOS 15.4.2 ചിലപ്പോൾ നമുക്ക് റിലീസ് ആവാൻ ചാൻസ് ഉണ്ട്. കുറേയധികം പേർക്കും iOS 15.4.1 റിലീസ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ടും കുറേയധികം ബഗ്ഗുകൾ വന്നതായിട്ട് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലും പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് iOS 15.4.2 നമുക്ക് പ്രതീക്ഷിക്കാം.
അപ്പോൾ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോഴും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഇപ്പോഴും നിങ്ങൾ ജോയിൻ ചെയ്തൊരു മെമ്പർ ആയില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. അവിടെ ജോയിൻ ചെയ്താൽ ലീക്സും റൂമേഴ്സും അതേപോലെ നിങ്ങൾക്കുള്ള ഡൗട്ട്സും റിയൽ ടൈമായിട്ട് ചോദിക്കാൻ പറ്റും. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താൽ ഇപ്പം തന്നെ ഒരു ടെലിഗ്രാം ആപ്പിൾ മെമ്പറായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ iOS 15.5 ബീറ്റ 2-ൻ്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്പായി വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ പുതിയ വീഡിയോസായിട്ട് കാത്തിരിക്കുക. അതേപോലെ ആ ഒരു ബെല്ലൈക്കനും എനേബിൾ ചെയ്യുമ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നീട് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് എന്നോട് പേഴ്സണലി ചോദിക്കുന്നതാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. Go follow me in Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from everything on about Apple.